എന്താ ചേട്ടാ? പൈസ എടുക്കാൻ വേണ്ടിട്ടാണേ. ഇതൊക്കെ പൂരിപ്പിക്കണം, എന്നിട്ട് ഇവിടെ കൊടുത്താ മതി. അറിയത്തില്ലേ? എത്ര എടുക്കുന്നേ? മേഡം ഇത് ഡോർമെന്റ് അക്കൗണ്ട് ആണെന്ന് നോക്കൂ. ചേട്ടാ, ഈ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കാൻ പറ്റത്തില്ല, ഫ്രീസ് ആണ്. ഇന്നലെ പൈസ അയച്ചതാണല്ലോ, ഇന്നലെ അയച്ചെന്നാളെ പറഞ്ഞ മോനെ. സാർ, ചേട്ടാ മാനേജറെ കാണാം കേട്ടോ. സാർ മോനെ, ഞാൻ സാറിന് കൊടുക്കാം. സാറേ, എന്താ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് എടുക്കാൻ പറ്റില്ലെന്ന് പറയണേ? ഞാൻ 2 ദിവസം മുമ്പ് അയച്ചാണല്ലോ. നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്ത് കാരണം സാറേ? നിങ്ങൾ പൈസ അടക്കാൻ വരുമ്പോൾ ഈ വർത്തമാനം പറയല്ലോ. ഞങ്ങൾ പ്രവാസികൾ എത്ര കഷ്ടപ്പെട്ടാണ് ഈ പൈസ അയച്ചു തരുന്നത് അറിയും. നിങ്ങൾ എങ്ങനെയാണ് പൈസ അയച്ചത്? ഞാൻ പല രീതിയിലും അയച്ചു കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഈ 2 ദിവസം മുമ്പ് അയച്ചെടുത്ത കാശ് സുഹൃത്തിൻ്റെ അടുത്ത് കൊടുത്തായിരുന്നു. ഓൻ ട്രാൻസ്ഫർ ചെയ്താലോന്ന് പറഞ്ഞപ്പോൾ. അതാണ് ഇപ്പം പ്രശ്നം. ഇപ്പോൾ ഒരുപാട് സിമിലർ ആയിട്ടുള്ള ഇൻസിഡൻസ് ഇപ്പോൾ നടക്കുന്നുണ്ട്. നമ്മൾ പൈസ അയക്കുമ്പോൾ എപ്പോഴും ഓതറൈസ്ഡ് എക്സ്ചേഞ്ച് ഹൗസസോ അല്ലെങ്കിൽ ബാങ്കിലൂടെ മാത്രം അയക്കുക. നിങ്ങൾ അൺഓതറൈസ്ഡ് ഏജൻസി വഴി പൈസ അയക്കുമ്പോൾ ഇവിടെ വരുന്ന ഫണ്ട് പലതരം ഫ്രോഡ് ആക്ടിവിറ്റീസിലൂടെ വരുന്ന പൈസ ആയിരിക്കും. സൈബർ പോലീസിന്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ബാങ്കുകൾ ഇങ്ങനെ ചെയ്യുന്നത്. ജനങ്ങളുടെ സമ്പാദ്യം കാത്തു സൂക്ഷിക്കാൻ ബാങ്കുകൾ എപ്പോഴും പ്രതിജ്ഞാബദ്ധമാണ്. എന്നാൽ നിയമപരമായ രീതിയിലൂടെ മാത്രം പണമയക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക.